സന്തോഷത്തിൻ്റെ സദ്വാർത്ത 107-ാം എപ്പിസോഡ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സുബോറോ കാലം അഥവാ വചനിപ്പ് കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഹൂദോസ് ഈത്തോ ഞായർ അഥവാ സഭയുടെ നവീകരണം എന്നാണ് അറിയപ്പെടുക. തിരുസഭാ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ്. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെ എല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവീൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നു എന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. യോഹന്നാൻ സുവിശേഷകൻ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വിവരിക്കുന്ന ദേവാലയ ശുദ്ധീകരണം പരസ്യ ജീവിതത്തിൻ്റെ അവസാനം നടന്ന സംഭവമാകാനാണ് സാധ്യത. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ ഇസ്രായേലിയർ വസന്തകാലത്ത് ഒരാഴ്ചയോളം ആഘോഷിച്ചിരുന്ന തിരുനാളാണ് യഹൂദരുടെ പെസഹ. കടന്നു പോവുക എന്നർത്ഥമുള്ള പെസഹ് എന്ന ഹീബ്രു ക്രിയയിൽ നിന്നുമുണ്ടായ നാമമാണ് പെസഹ. അറമായ ഭാഷയിൽ പെസഹ എന്നാണ്. മലയാളത്തിൽ ഈ പദം സർവ്വസാധാരണയായി ഉപയോഗിക്കുന്നു. ഗ്രീക്ക് സപ്തതി ബൈബിൾ വിവർത്തനത്തിൽ പാസ്ക എന്ന് വിളിക്കുന്നു. ലത്തീനിലും പാസ്ക എന്നാണ് പറയുക. ഒരാഴ്ചക്കാലം പുളിപ്പിക്കാത്ത അപ്പം ഭക്ഷിക്കുന്ന തിരുനാളാണ് പെസഹ തിരുനാൾ. പെസഹ ഭക്ഷണത്തിൻ്റെ പിറ്റേന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അഥവാ ഹാഗ് ഹമാസോത്ത് ആരംഭിക്കുന്നത്. ഈജിപ്തിനുമേൽ ദൈവം അയച്ച 10ാമത്തെ ബാധയിൽ നിന്ന് ഇസ്രായേൽ ഭവനങ്ങൾ രക്ഷപ്പെട്ടത് വാതിൽപ്പടിയിന്മേൽ തളിച്ചിരുന്ന കുഞ്ഞാടിൻ്റെ രക്തം മൂലമാണ്. ദൈവം ഇസ്രായേലിനെ അത്ഭുതകരമായി രക്ഷിച്ച പ്രസ്തുത ദിനത്തിൻ്റെ ഓർമ്മ വർഷം തോറും കൊണ്ടാടണമെന്ന് നിയമമുണ്ടായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുവചനം. അബീബ് എന്നും നീസാൻ എന്നും അറിയപ്പെട്ടിരുന്ന 1-ാം മാസമാണ്
പെസഹ ആചരിച്ചിരുന്നത്. പ്രസ്തുത മാസത്തിൻ്റെ 14-ാം ദിവസം വൈകുന്നേരമാണ് പെസഹ ഭക്ഷണം. പെസഹ ഭക്ഷണത്തിനുള്ള ഊനമറ്റ കുഞ്ഞാടിനെ 4 ദിവസം മുൻപ് തിരഞ്ഞെടുക്കണം. 14-ാം തീയതി സൂര്യാസ്തമ സമയത്ത് കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം. കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ വാതിൽപ്പടിമേലും കട്ടിളക്കാലിന്മേലും തളിക്കണം. കുഞ്ഞാടിനെ കൊല്ലുമ്പോൾ അതിൻ്റെ അസ്ഥികൾ ഒടിയാൻ പാടില്ല. കുഞ്ഞാടിൻ്റെ മാംസം വേവിച്ച് കയ്പുള്ള ഇലകളും പുളിപ്പില്ലാത്ത അപ്പവും കൂട്ടി ഭക്ഷിക്കണം. ഭവനത്തിലുള്ള പരിച്ഛേദിതരായ എല്ലാ അംഗങ്ങളോടുമൊത്ത് തിടുക്കത്തിലാണ് പെസഹ ഭക്ഷിക്കേണ്ടത്. ഹെസക്കിയ, ജോസിയ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് വിപുലമായ ആഘോഷങ്ങളോടെയാണ് പെസഹ ആചരിച്ചിരുന്നത്. പെസഹ തിരുനാളിനോടനുബന്ധിച്ച് യഹൂദർ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നു. കർത്താവിൻ്റെ ആലയം ജെറുസലേമിൽ പണിയപ്പെട്ടതിനു ശേഷം ഇസ്രായേൽക്കാരുടെ തിരുനാളുകൾ ദേവാലയം കേന്ദ്രീകരിച്ചാണ് ആഘോഷിക്കപ്പെട്ടിരുന്നത്. 42-ാം സങ്കീർത്തനം 4-ാം തിരുവചനം: ഗാനങ്ങളും ആർപ്പുവിളികളുമായാണ് തിരുനാൾ ആഘോഷത്തിനായി ജനം ദേവാലയത്തിലേക്ക് എത്തിയിരുന്നത്. പെസഹായോടനുബന്ധിച്ച് നാനാദേശങ്ങളിൽ നിന്നുമുള്ള യഹൂദർ ജെറുസലേമിൽ എത്തിയിരുന്നു എന്ന് ജൂയിഷ് ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫ് ജൂയിഷ് വാർ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. പെസഹ തിരുനാളിനോടനുബന്ധിച്ച് യേശുവും ജെറുസലേമിലേക്ക് പോയിരുന്നു. ശിഷ്യന്മാരോടൊത്ത് യേശു കഴിച്ച അന്ത്യത്താഴം പെസഹ ഭക്ഷണമായിരുന്നു. യേശു മരിച്ചത് പെസഹ കാലത്താണ്. യേശുവിനെ പെസഹ കുഞ്ഞാടായിട്ടാണ് പൗലോസ് ചിത്രീകരിക്കുന്നത്. യേശുവിൻ്റെ ജെറുസലേം യാത്ര പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെടാനുള്ള പെസഹ കുഞ്ഞാടായിട്ടാണ്. കാള, ആട് എന്നിവ ബലിമൃഗങ്ങളാണ്. പ്രാവുകൾ പാവപ്പെട്ടവരുടെ ബലിവസ്തുവാണ്. ദേവാലയവും അനുഷ്ഠാനങ്ങളുടെ ശുദ്ധീകരണവും പ്രവാചക ദൗത്യമാണ്. ആന്തരിക വിശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുന്ന ആഘോഷങ്ങളെ വെറുക്കുന്ന വലിയ പ്രവാചക ദൗത്യമാണ് യേശുവിൽ നിറവേറുന്നത്. ക്രയവിക്രയങ്ങളുടെ കോലാഹലം ബലിയും മൃഗബലിയുടേതായിരുന്നു. ബാഹ്യ വസ്തുക്കളിലല്ല, ഹൃദയ പരിശുദ്ധിയിൽ ശ്രദ്ധ വയ്ക്കാനുള്ള ഉദ്ബോധനമാണ് യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണം. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ: നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവൻ ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്നതുപോലെ ശുദ്ധീകരിക്കും. നാണയം മാറ്റക്കാർ 19 വയസ്സ് പൂർത്തിയായ എല്ലാ യഹൂദരും ദേവാലയ നികുതി 1/2 ഷെക്കൽ നാണയം നൽകണമെന്നായിരുന്നു നിയമം. റോമൻ, ഗ്രീക്ക് നാണയങ്ങളിൽ ചക്രവർത്തിയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ടൈറിലെ നാണയമാക്കി മാറ്റി വേണമായിരുന്നു നികുതി നൽകുവാൻ. നാണയമാറ്റക്കാർ ലാഭമെടുത്തുകൊണ്ട് ഇതിന് ജനങ്ങളെ സഹായിച്ചിരുന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും പിന്നിലായുണ്ടായിരുന്ന വിജാതീയ മണ്ഡപത്തിലാണ് ബലിമൃഗങ്ങളെ വിൽക്കുകയും നാണയം കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നത്.
ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമല്ലാതാക്കിയ അധാർമിക ജീവിതത്തെയും ക്രയവിക്രയങ്ങളിലെ അനീതിയെയും ദേവാലയ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന കോലാഹലങ്ങൾക്കും എതിരായാണ് യേശുവിലെ പ്രവാചക ദൗത്യം ചാട്ടവാറെടുക്കുന്നത്. എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ എന്ന ജെറമിയാ പ്രവാചകന്റെ ചോദ്യവും ജെറമിയാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 11-ാം തിരുവചനം. ദൈവത്തിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കുന്നതിനെതിരെയുള്ള സക്രിയ പ്രവാചകന്റെ താക്കീതും സക്രിയ 14-ാം അധ്യായം 21-ാം തിരുവചനം യേശുവെ പ്രവാചക ദൗത്യമായി കത്തിജ്വലിക്കുന്നു. ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശു ദൈവഭവനത്തിലെ അശുദ്ധിക്കും അനീതിക്കുമെതിരെ ചാട്ടവാറെടുക്കുന്നവനാണ്. യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ദൈവഭവനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ തീഷ്ണത ഓരോ ദൈവവിശ്വാസിക്കും ദേവാലയത്തോടുണ്ടായിരിക്കേണ്ട കടമയും ഉത്തരവാദിത്വവും വിവരിക്കുന്നതാണ്. അടയാളം അഥവാ സെമയ്യ എന്ന പദം 17 തവണ ഉപയോഗിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം അടയാളങ്ങളുടെ ഗ്രന്ഥം, ബുക്ക് ഓഫ് സയൻസ് എന്നാണ് അറിയപ്പെടുക. ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന യേശു ദേവാലയം സമം യേശു എന്ന സമവാക്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഓരോ മനുഷ്യനും ദൈവം വസിക്കുന്ന ആലയമാണ്. ദൈവ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ വസിക്കുന്ന പ്രപഞ്ചം ദേവാലയമാണ്. അനുദിന ദൈവപ്രീതിയുടെ ബലി അർപ്പിക്കുന്നതിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്ഥലം ദേവാലയമാണ്. യേശുവിൽ പൂർണ്ണമായ ദൈവിക ബലി അർപ്പിക്കപ്പെടുന്ന ഓരോ പ്രതിഷ്ഠിത ദൈവഭവനവും യേശു ശരീരമാകുന്ന ദേവാലയമാണ്. 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുന്ന ദേവാലയം യേശു ശരീരമാണ്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ്. ജെറുസലേമിൽ രക്ഷാകര ബലി പൂർത്തിയാക്കി 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ബലിയർപ്പണത്തിനായുള്ള പ്രതിഷ്ഠിത ദേവാലയത്തെ തൻ്റെ ശരീരമാക്കി ഉയർത്തി. സഭ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തു സഭയുടെ ശിരസ്സുമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ മണവാട്ടിയുമാണ്. പെസഹ രഹസ്യങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമ ദേവാലയത്തിന് അർത്ഥം പകരുന്നത്. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പുതിയ നിയമസഭയിൽ മൃഗബലിക്കോ നാണയ കൈമാറ്റത്തിൻ്റെ രാജകീയ നികുതിക്കോ സ്ഥാനമില്ല. ജെറുസലേം സഭയുടെ പ്രതീകമാണ്. ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള യഹൂദ സങ്കല്പം ആദിമ ക്രൈസ്തവരുടെ സഭാദർശനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ശരീരം ദേവാലയമായിരിക്കുന്നത് പോലെ ദൈവജനം മുഴുവൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ആലയമാണ്. സഭ ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. പുതിയ ദേവാലയമായ മെശിഹായിൽ കേന്ദ്രീകൃതമായ ക്രിസ്തീയ ജീവിതത്തിന് 3 മാനങ്ങളുണ്ട്. 1 സഭയാകുന്ന ദേവാലയം, 2 ക്രൈസ്തവനാകുന്ന ദേവാലയം, 3 സ്വർഗീയ സഭയാകുന്ന ദേവാലയം.
ഉത്ഥിതനായ മിശിഹായുടെ ശരീരമാണ് സഭ. ഉത്ഥിതനായ മിശിഹ ഓരോ ക്രൈസ്തവനിലും വസിക്കുന്നത് കൊണ്ട് ഓരോ ക്രൈസ്തവനും ദേവാലയമാണ്. സ്വർഗീയ സഭയാകുന്ന ദേവാലയത്തിൽ മിശിഹായുടെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ക്രൈസ്തവനും സഭ മുഴുവനും മിശിഹായോടൊത്ത് മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. പുതുക്കി പണിയുന്ന ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശം പുനരുദ്ധരിക്കപ്പെടുന്ന പുതിയ നിയമ ദേവാലയ സങ്കല്പമാണ്. ഉത്ഥിതനായ യേശുവിൽ പണിതുയർത്തപ്പെടുന്ന ദേവാലയം ശുദ്ധീകരിക്കപ്പെട്ട പുതിയ നിയമസഭയാണ്. ക്രിസ്തു ശരീരമാകുന്ന ദേവാലയം ദൈവജന വിശുദ്ധ സമ്മേളനവും ഉത്ഥിതനായ മിശിഹായുടെ മഹത്വത്തിൻ്റെയും അടയാളമാണ്. യേശുവിൽ പൂർണ്ണമായ രക്ഷാകര ബലിയുടെ പ്രത്യേകത മൃഗബലിയും രക്തരൂക്ഷിത ബലിയും ഇല്ലാതായി എന്നതാണ്. നാണയ കൈമാറ്റത്തിൻ്റെ കിലുകില ശബ്ദം ദേവാലയ വിശുദ്ധിക്ക് ചേരാത്ത കോലാഹലത്തിൻ്റെയും ഭൗതികതയിൽ കണ്ണുവച്ചിരിക്കുന്ന ദേവാലയ ശുശ്രൂഷയുടെയും പ്രതീകമാണ്. ദൈവിക ശുശ്രൂഷയെ നിസ്സാരവൽക്കരിക്കുന്ന ഭൗതികതയും ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത കോലാഹലങ്ങളും ക്രയവിക്രയങ്ങളും ഇനിയും ചാട്ടവാറെടുക്കേണ്ടുന്ന പ്രവാചക ദൗത്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവാലയത്തിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള തീഷ്ണത ഓരോ ക്രൈസ്തവനിലും ഉണ്ടാകണം. ദൈവത്തിന് ബലിയർപ്പിക്കുന്ന സമൂഹം ദൈവഹിതമനുസരിച്ച് ജീവിക്കണം. ദേവാലയ ശുശ്രൂഷകളിലും തിരുക്കർമ്മങ്ങളിലും വിശുദ്ധ വസ്തുക്കളുടെ സംലഭ്യതയിലും കച്ചവട മനോഭാവമോ ഭൗതിക താല്പര്യങ്ങളോ കടന്നുകൂടാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. ദേവാലയം എല്ലാവർക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. അത് പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കണം. ദൈവമഹത്വത്തിൻ്റെ ഭവനമാണ് ബലിയർപ്പണത്തിനായുള്ള പ്രതിഷ്ഠിത ദേവാലയം. ക്രിസ്തു ശരീരമാകുന്ന ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന രക്ഷാകര ബലി പെസഹ കുഞ്ഞാടായ യേശുവാണ്. ബലിയും ബലിവസ്തുവും കാർമ്മികനും ബലിയർപ്പണ ഗേഹവും ഒന്നാകുന്ന ദേവാലയമാണ് പുതിയ നിയമസഭ. പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുന്ന സഭ ഓർമ്മിക്കുന്ന സത്യം യേശുവിൻ്റെ ജനനവും പരസ്യ ജീവിതവും പീഡാസഹനവും കുരിശിലെ രക്ഷാകര ബലിയും ഉത്ഥാന രഹസ്യങ്ങളും രണ്ടാമത്തെ വരവുമാണ്. സഭാ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുന്നത് അനുദിനം രക്ഷാകര ബലിയിൽ പങ്കുചേർന്ന് ദൈവമഹത്വത്തിൻ്റെ ആലയമായി ദേവാലയത്തെ ദർശിച്ചുകൊണ്ടാണ്. ഇന്നും ഏറെ പേർ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നത് പെസഹ രഹസ്യം സ്വർഗീയ ജെറുസലേമായ ദേവാലയത്തിൽ ആഘോഷിച്ചുകൊണ്ടും വിശ്വാസത്തിൻ്റെ അടയാളമായ സ്വർഗീയ അപ്പം ഭക്ഷിച്ചുകൊണ്ടുമാണ്. തിരുസഭ നവീകരിക്കപ്പെടേണ്ടുന്നതിന് യേശു ശിക്ഷണത്തിന് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധീകരണം നവീകരണത്തിലേക്കും നവീകരണം വചനം മാംസമാകുന്ന ക്രിസ്തു ജനനത്തിലേക്കും നമ്മെ നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.